തകർത്തത് BJP ആണ്, RSS ആണ്. ആ തകർത്തിയിടത്ത് ഒരു പള്ളി പണിയുമ്പോഴത്തേക്ക് ഞങ്ങൾ പുകലില്ലെന്ന് പറയാൻ വേണ്ടി ഇത്ര താമസത്തിനാണ് കോൺഗ്രസിന്. ഞങ്ങൾ വെറുതെ പറയുകയല്ല, കോൺഗ്രസ് അതിൻ്റെ യഥാർത്ഥമായ കർത്തവ്യങ്ങളെ മറന്നുപോയി. മറന്നുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ രാത്രിയിൽ ചിലർ കിടക്കുമ്പോഴത്തേക്ക് കോൺഗ്രസ് ആണ്, നേരം വെളുക്കുമ്പോഴത്തേക്ക് BJP അവസ്ഥ ഉണ്ടാകുന്നത്. അതുകൊണ്ട് പറയുകയാണ്, ഇന്ത്യ സഖ്യം ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന മതേതര മൂല്യങ്ങൾക്ക് ആത്യന്തികമായ വിജയമുണ്ടാകണമെങ്കിൽ കേരളത്തിൽ നിന്ന് പോകേണ്ട 20 പേരും ഇടതുപക്ഷക്കാരാകണം. ആ കാഴ്ചപ്പാടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരും ദിനങ്ങളിൽ LDF എല്ലാ ശക്തികളുടെയും കൂടെ കൈകോർത്ത് പിടിച്ചുകൊണ്ട് LDFിൻ്റെ വിജയത്തിന് വേണ്ടി ഞങ്ങളുടെ പങ്ക് നിറവേറ്റും. കേരളത്തിലെ ഗവർണർ ശരിക്കും പറഞ്ഞാൽ ഗവർണർ പദവിയുടെ ഭരണഘടനാപരമായ കടമയെപ്പറ്റി അറിയാത്ത ആളാണെന്ന് പറയാൻ ഖേദമുണ്ട്. പക്ഷേ സംഭവം അതാണ്. BJPയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയുള്ള പരക്കം പാച്ചിലിൽ അദ്ദേഹം എവിടെ വരെ പോകുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഈ ഗവർണർ ആ പദവിക്ക് ഉണ്ട് എന്ന് കരുതപ്പെടുന്ന എല്ലാത്തിൻ്റെയും മുമ്പിൽ ചോദ്യചിഹ്നം ഉയർത്തുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള നിലപാട് ഗവർണർ പദവിയെ അനാവശ്യമാണെന്നാണ്. കൊളോണിയൽ ഭൂതകാലത്തിൻ്റെ അവശിഷ്ടമാണത്. വൈസ്രോയ് വാഴ്ചയുടെ ഭാഗമാണത്. സ്വതന്ത്രം കിട്ടി ഇത്രയും കൊല്ലമായിട്ടും ഗവർണർമാരെ വാഴിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ ഒരു അനാവശ്യമായ കാര്യമാണ്.